നമസ്കാരം. അങ്ങനെ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ വളരെ മികച്ച വിജയമാണ് സംസ്ഥാനത്ത്. മികച്ച മാർക്ക് വാങ്ങിച്ച സന്തോഷത്തിലും എന്നാൽ വിചാരിച്ചത്ര മികവ് പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശയിലും ഒക്കെയാകും നമ്മുടെ കുട്ടികൾ. പക്ഷേ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, ഉപരിപഠനത്തിന് യോഗ്യത നേടുക എന്നതിനപ്പുറം SSLC മാർക്ക് ഒന്നുമല്ല നമ്മുടെ ജീവിത വിജയം തീരുമാനിക്കുന്നത്. പക്ഷേ 10ാം ക്ലാസ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മുടെ കരിയർ എന്താകും അല്ലെങ്കിൽ എന്താകണമെന്ന് തീരുമാനമെടുക്കേണ്ടത് ഈ ഘട്ടം മുതലാണ്. +1 ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നു എന്നത് നിങ്ങളുടെ തുടർ പഠനത്തെയും കരിയറിനെയും ഒക്കെ തീരുമാനിക്കുന്ന ഘടകമാകും. നാളെ +2 റിസൾട്ട് കൂടി വരികയാണ്. അപ്പോൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അതിനുശേഷം എന്നുള്ളതും നമുക്ക് ഇന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങാം. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മികച്ച അഡ്വൈസ് തരാൻ കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ജലീഷ് പീറ്റർ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം സർ ചർച്ചയിലേക്ക്. പ്രേക്ഷകരുടെ സംശയങ്ങളും ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ശ്രീ ജലീഷ് പീറ്റർ, ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സത്യം പറഞ്ഞാൽ ഈ 10ാം ക്ലാസ് ഒരു ടേണിംഗ് പോയിന്റ് ആണോ? ഈ +1 ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ കരിയറിനെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുമോ പിന്നീട്? ഈ പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഒരു 80% മുകളിലുള്ള എല്ലാ കുട്ടികളും പോയി സയൻസ് ബാച്ച് ചേരും. ഒരു 70 to 80 ആണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് തിരഞ്ഞെടുക്കും. 70ക്ക് താഴെയാണെങ്കിൽ എങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം എന്നുള്ള നിലയിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. സത്യത്തിൽ അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണോ ഈ +1 +2 നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കണം 10 കഴിഞ്ഞിട്ട് എന്നുള്ളത്? ശരിക്കും 10ാം ക്ലാസ് ടേണിംഗ് പോയിന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ രീതി അനുസരിച്ച് ടേണിംഗ് പോയിന്റ് ആണ്. പക്ഷേ പുതിയ കാലഘട്ടത്തില് അങ്ങനെ പ്രത്യേകിച്ച് ടേണിംഗ് പോയിന്റ് എന്നുള്ളതല്ല. കുട്ടിയുടെ കരിയർ ഗൈഡൻസ് അത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് ഇപ്പൊ എപ്പോഴാണ് കരിയർ ഗൈഡൻസ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി അമ്മയുടെ ഉദരത്തില് പൂജാതയാകുന്നു അല്ലെങ്കിൽ പൂജാതനാകുന്ന ആ അവസരം തൊട്ട് തന്നെ കരിയർ ഗൈഡൻസ് ആരംഭിക്കുകയാണ്. കരിയർ ഗൈഡൻസ് സ്വഭാവ രൂപവൽക്കരണവും എല്ലാം ആ ഒരു സമയത്ത് ആരംഭിച്ച് അതിങ്ങനെ ഒരു തുടർ പ്രക്രിയയായിട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ജീവിത വിജയം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടം മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ 10ാം ക്ലാസ് മാത്രമല്ല, അല്ലെങ്കിൽ +2 മാത്രമല്ല. അപ്പം നമുക്കിപ്പോ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ ഒരു മഹാസംഭവമാണ്. അതിപ്പോ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ 10ാം ക്ലാസ് ഒരു 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 നാൽക്കവലയിൽ എത്തിയ അവസ്ഥയാണെന്നാണ് നമ്മളെ എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും അതിനു മുമ്പ് തന്നെ കരിയർ ഗൈഡൻസ് ആരംഭിക്കേണ്ടതാണ്. കരിയർ ഗൈഡൻസ് തുടങ്ങേണ്ടത് കതിരിന്മേൽ വളം വയ്ക്കുന്നത് പോലെ അല്ല. 10ലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഉള്ള അതിനു മുമ്പേ ആരംഭിക്കുന്നതാണ്. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു നാൽക്കവലയിൽ എല്ലാ കുട്ടികളും വന്ന് എത്തി നിൽക്കും. എങ്ങോട്ട് പോകണം? ഇപ്പം പറഞ്ഞതുപോലെ എങ്ങോട്ട് പോകണം? നമുക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണോ, ആർട്സ് ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അതോ കൊമേഴ്സ് എടുക്കണോ? അങ്ങനെ ഒരു 10-36ഓളം സ്ട്രീമുകൾ നമുക്ക് ലഭ്യമാണ് സയൻസിലും ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒക്കെ ആയിട്ട്. അപ്പൊ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് സ്ട്രീമാണ് തിരഞ്ഞെടുക്കേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച്, കഴിവുകൾക്കനുസരിച്ച്, മനോഭാവത്തിനനുസരിച്ച് വേണം കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ. ഓരോരുത്തരുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും വിഭിന്നങ്ങളായ കഴിവുകളുണ്ട്. ചിലർക്ക് നന്നായിട്ട് പടം വരയ്ക്കാനുള്ള കഴിവായിരിക്കും, വേറെ ചിലർക്ക് ചിലർക്ക് നന്നായിട്ട് മാത്തമാറ്റിക്സിനോട് താല്പര്യം കാണും, വേറെ ചിലർക്ക് ഇലക്ട്രോണിക് സാധനങ്ങളോടായിരിക്കും താല്പര്യം. അങ്ങനെ ഓരോന്നിനോടും ചിലർക്ക് ഹിസ്റ്ററി പഠിക്കാനായിരിക്കും താല്പര്യം. ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പം മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, മാതാപിതാക്കൾ കുട്ടികളിൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചും അവരുടെ കഴിവുകൾക്കനുസരിച്ചും അവരുടെ മനോഭാവത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അപ്പം കുട്ടികളുടെ കഴിവുകൾ അറിയുക. മാതാപിതാക്കളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം ആ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നതും സഹവസിച്ചിരിക്കുന്നതും ഇടപെട്ടിരിക്കുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അവര് കുട്ടികളുടെ കഴിവുകൾക്കനുസരിച്ച് വിവിധങ്ങളായ സ്കിൽസ്, കഴിവുകളുണ്ട്. ചിലര് നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഈ കഴിവുകൾ തിരിച്ചറിയാന്നുള്ളത്. പക്ഷെ അതിപ്പോഴും അത് എങ്ങനെ വേണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ്. ഈ ചില കുട്ടികളുടെ പേരൻസ് ആയിക്കോട്ടെ, കുട്ടികളും സ്വയം വിചാരിക്കും, ഇപ്പം 10ാം ക്ലാസ്സിൽ മാത്സിന് കൂടുതൽ മാർക്ക് കിട്ടി അല്ലെങ്കിൽ സയൻസിന് കൂടുതൽ മാർക്ക് കിട്ടി എന്ന് വിചാരിച്ച് പോയി സയൻസ് സബ്ജക്റ്റ് എടുക്കും. പക്ഷേ +1 ചെന്ന് കഴിയുമ്പോഴാണ് ഈ സിലബസ് വളരെ മാറിയിട്ടുണ്ടാവും. അവര്
ഇതുവരെ പഠിച്ചു വന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു കാഠിന്യമായിരിക്കത്തില്ല പിന്നീട് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കാണില്ല. 10ൽ നല്ല മാർക്ക് വാങ്ങി എന്ന് കരുതിക്കൊണ്ട് ഈ സയൻസിനും മാത്സിനും ഒന്നും നല്ല രീതിയിൽ +1 +2 പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്ന കുട്ടികളുണ്ട്. അതിൽ പെട്ടുപോയൊരവസ്ഥയിൽ ഇരിക്കുന്ന പല കുട്ടികളെയും നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണാറുണ്ട്. അപ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് നമ്മളുടെ ഈ കഴിവുകൾ കണ്ടെത്തേണ്ടത്, നമ്മളുടെ അഭിരുചി തിരിച്ചറിയേണ്ടത് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ടല്ലോ. അതായത് ഈ ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം അനുസരിച്ച് ശേഷിയുള്ളവൻ ശേഷിക്കും എന്നാണ്. നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് മുന്നേറുമ്പോഴാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്, ജീവിതത്തിലെ വിജയം ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും പഠിക്കുന്നത് ജോലി ലഭിക്കുന്നതിനാണ്. നല്ല ജോലി ലഭിക്കുക, നല്ല സാലറി ലഭിക്കുക. ചോദിച്ച ചോദ്യം എങ്ങനെ കഴിവുകൾ മനസ്സിലാക്കും, എങ്ങനെ അതുപോലെ തന്നെ ഈ അഭിരുചി എങ്ങനെ മനസ്സിലാക്കും എന്നാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി എടുക്കുക, ആ കുട്ടി ഇപ്പൊ 10ാം ക്ലാസ് വരെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് ആ അഭിരുചി എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളതിലേക്ക് വരാം. നമുക്കൊപ്പം ഒരു വിദ്യാർത്ഥി ചേരുന്നുണ്ട്. ആൽഫിൻ റോസ് ആണ് തൃശ്ശൂരിൽ നിന്ന്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. ആൽഫിൻ, പറഞ്ഞോളൂ, എന്താണ് സംശയം, ചോദിച്ചോളൂ. എന്റെ സംശയം, +2 കഴിഞ്ഞിട്ട് നമുക്ക് BSc കെമിസ്ട്രിക്ക് എടുത്തു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടാവോ, ജോലി സാധ്യത കിട്ടുമോ? അതിനകത്ത് ആ വാക്ക് തന്നെ തെറ്റാണ്. സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് ഇല്ല. എല്ലാ വിഷയങ്ങൾക്കും സ്കോപ്പ് ഉണ്ട്. പക്ഷേ മോളുടെ പേരെന്താണ്? ആൽഫിൻ. ആൽഫിന് ഹലോ. അപ്പോ ആൽഫിന് മോളുടെ പേരനുസരിച്ച് മോൾക്ക് കെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് കെമിസ്ട്രി പഠിക്കുക, BSc കെമിസ്ട്രിക്ക് ചേരുക. കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് എല്ലാ വിഷയങ്ങളോടും ചേരാവുന്ന സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉപരിപഠനത്തിന് ഇപ്പൊ BScക്ക് ശേഷം ഉപരിപഠനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റുമാണ്. അപ്പം മോളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്ട്, ഇതുവരെ പഠിച്ചതിലെ ഏറ്റവും ഇഷ്ടവും എളുപ്പവുമുള്ള സബ്ജക്ട് കെമിസ്ട്രി ആണെങ്കിൽ ധൈര്യമായിട്ട് കെമിസ്ട്രി എടുക്കുക. കെമിസ്ട്രിയില് പല ഉപവിഭാഗങ്ങളുണ്ട്. അതൊക്കെ MScയില് സ്പെഷ്യലൈസേഷൻ എടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. കെമിസ്റ്റ് ആയിട്ടും അധ്യാപികയായിട്ടും സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അധ്യാപികയായിട്ടും അതുപോലെ തന്നെ ഫാക്ടറികളിലും അതുപോലെ തന്നെ ഈ കെമിസ്ട്രിക്ക് ഫാർമസിയുമായിട്ട് ഫാർമക്കോളജിയും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്, ടോക്സിക്കോളജി ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒത്തിരി മേഖലകളുമായിട്ട് കെമിസ്ട്രി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ സയന്റിസ്റ്റ് ആകാനുള്ള ഗവേഷണ സാധ്യതകളുണ്ട്. അപ്പം ഗവേഷകയായിട്ട് മാറാൻ പറ്റും, സയന്റിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ കെമിസ്റ്റ് ആയിട്ടുള്ള ജോലി സാധ്യതകൾ നമുക്ക് ലഭിക്കും. അങ്ങനെ നിരവധി, ഇപ്പം ഇതിൽ തന്നെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ബയോ കെമിസ്ട്രി ഉണ്ട്, പ്യൂർ കെമിസ്ട്രി ഉണ്ട്, അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്. അങ്ങനെ ഇതിൽ തന്നെ ഒത്തിരി സ്പെഷ്യലൈസേഷൻ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ മേഖലയുമായിട്ട് കെമിസ്ട്രി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ പഠന സാധ്യതകളുണ്ട്. സർവകലാശാല തലത്തില് വിദേശ രാജ്യങ്ങളിലും സ്വദേശ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ധാരാളം പഠന സാധ്യതകൾ, ഉപരിപഠന സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. അതുകൊണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം കെമിസ്ട്രി ആണെങ്കിൽ, ആ പഠിക്കാൻ ഒരു ഹരം തോന്നുന്നുവെങ്കിൽ, അതിനോടൊരു ഇഷ്ടം തോന്നുന്നുവെങ്കിൽ ധൈര്യമായിട്ട് കെമിസ്ട്രി എടുക്കുക. കെമിസ്ട്രിയിൽ ഉന്നത വിജയം മോൾക്ക് ലഭിക്കും. അതനുസരിച്ചുള്ള ഒരു ജോലിയും മോൾക്ക് ലഭിക്കും. നന്ദി ആൽഫിൻ വിളിച്ചതിന്. അപ്പോൾ ശ്രീ ജലീഷ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അഭിരുചി അതെങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. ഓരോ സ്പെസിഫിക് വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് ഓരോ കുട്ടിയുടെയും അഭിരുചി ഉള്ളത് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. തുടർന്നോളൂ സാർ. അതെ അതെ. അപ്പൊ നമുക്കിപ്പോ സാധാരണ പേരൻസ് ചിന്തിക്കുന്നത് 2-3 മേഖലകൾ മാത്രമാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡുമാണ്. ഒന്നുകിൽ MBBS പോവുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേര് നേഴ്സിങ്ങിന് പോകുന്നവരും. ശരിയാണ്, ഇതിനൊക്കെ ജോലി സാധ്യതകളുണ്ട്, ജോലി സാധ്യതകളില്ലെന്നല്ല. പക്ഷെ മെഡിക്കൽ ഫീൽഡിൽ ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ ധാരാളം ജോലി സാധ്യതകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഓരോ കരിയറും നിങ്ങളിൽ നിന്ന് ചില കഴിവുകൾ ആവശ്യപ്പെടുന്നു. ഉദാഹരണത്തിന് ഒരു അഡ്വക്കേറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാള് നല്ലൊരു അഭിഭാഷകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അഭിഭാഷക ജോലി നിങ്ങളിൽ നിന്ന്, അതാകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയിൽ നിന്ന് ചില കഴിവുകൾ ആവശ്യപ്പെടുന്നു. ഒന്നാമത്തെ കഴിവെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. രണ്ടാമത്തത് ലോജിക്കൽ തിങ്കിങ് ആണ്. മൂന്നാമത്തത് ഡ്രാഫ്റ്റിംഗ് സ്കില്ലാണ്. ഇത്
മൂന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല മൂന്ന് സ്കില്ലുകളും ആ കുട്ടിക്ക് ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് ആ സ്കില്ല്, ആ കരിയർ നിങ്ങളിൽ നിന്ന് എന്താ ആവശ്യപ്പെടുന്നു, അഭിഭാഷക ജോലി നിങ്ങളിൽ നിന്ന് എന്താ ആവശ്യപ്പെടുന്നോ അതിന് നമുക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ അഭിരുചി എന്ന് പറയുന്ന ആ കോഴ്സ് പഠിക്കാനുള്ള ആ ഒരു താല്പര്യം, ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ പഠിക്കാൻ ചേരാവുന്നതാണ്. ഇനി ആർക്കിടെക്ട് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ വളരെയധികം 100-100 മാർക്ക് മേടിച്ചു എന്ന് കരുതി ഒരു BArch കോഴ്സിന് ഒരിക്കലും ചേരരുത്. BArch കോഴ്സ് ആർക്കിടെക്ട് എന്ന് പറയുന്ന ആ ജോലി ഒരു കുട്ടിയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കഴിവുകളുണ്ട്, അഭിരുചികളുണ്ട്. അതെന്ന് പറയുന്ന ഒന്നാമത്തേത് മാത്തമാറ്റിക്കൽ സ്കില്ല്, രണ്ടാമത്തേത് ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഡ്രോയിങ് സ്കില്ല്, പിന്നെ അതിൽ തന്നെയാണ് ലോജിക്കൽ തിങ്കിങ്. ഇത്രയും കഴിവുകൾ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും ഒരു നല്ല ആർക്കിടെക്ട് ആകാൻ സാധിക്കുന്നത്. അപ്പൊ ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗിന് പോവുകയാണെങ്കിലും ഇതേ അഭിരുചികള് കുട്ടികൾക്കുണ്ടായിരിക്കണം. ഡ്രോയിങ് സ്കിൽ വേണം, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കില്ല് വേണം. അതെ, അങ്ങനെയാണ് നമ്മളുടെ അഭിരുചി. ഈ മാർക്കിന്റെ വിഷയത്തിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അഭിരുചി, നമ്മുടെ ക്രിയേറ്റീവ് ലോജിക്കൽ സ്കില്ല് കൂടി പരിശോധിച്ച് വേണം കണ്ടെത്താൻ എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. വേദേഷ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. വേദേഷ്, സംശയം ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് സാർ, ഞാൻ വേദേഷാണ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സാർ, ഈ 10 കഴിഞ്ഞിട്ട് സാർ ഈ ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുത്താൽ ഒരുപാട് സാധ്യതകളുണ്ടോ? അതായത് ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുത്താൽ നമുക്ക് ഈ സാധ്യതകൾ ഇല്ല എന്നാണ് ഫ്രണ്ട്സ് എല്ലാം പറയുന്നത്. അപ്പൊ ഹ്യൂമാനിറ്റീസ് എടുത്താൽ നമുക്ക് ഫർദർ പഠിക്കാനും ജോലി കിട്ടാനും സാധ്യത ഉണ്ടാവും? ഹ്യൂമാനിറ്റീസിൽ ധാരാളം ജോലി സാധ്യതകളുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ അതിൽ സ്പെഷ്യലൈസേഷൻ, ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞതുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയിൽ തന്നെ ധാരാളം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ആർക്കിയോളജി, അങ്ങനെയൊക്കെയുള്ള നരവംശ ശാസ്ത്രം പോലുള്ള സ്പെഷ്യലൈസേഷൻസ് വേറെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഹ്യൂമാനിറ്റീസ്, കേരളത്തിലെ ഡിഗ്രി തലത്തില് ഹ്യൂമാനിറ്റീസിൽ വരുന്നതാണ് സൈക്കോളജി. പക്ഷെ അത് കേരളത്തിന് വെളിയിലും ചില സർവകലാശാലകളിലും ഒക്കെ സയൻസ് സ്ട്രീമിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം അതിലും ധാരാളം ജോലി സാധ്യതകളുണ്ട്. ജോഗ്രഫിയിൽ ജോലി സാധ്യതയുണ്ട്, സോഷ്യോളജിയിലുണ്ട്. അപ്പൊ അങ്ങനെ ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയുള്ള ഹ്യൂമാനിറ്റീസ് പോലെ തന്നെ ഭാഷാശാസ്ത്രങ്ങളില് ഇപ്പൊ സംസ്കൃതമാണെങ്കിലും മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മറ്റ് ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ലോകത്തെവിടെയും ജോലി സാധ്യതയുണ്ട്. ലോകത്തെ മുഴുവൻ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഇന്ന് കാണുന്നത്. പണ്ട് നമ്മുടെ ചുറ്റും ഒരു നാട് എന്ന് പറഞ്ഞാൽ ആ നാട് മാത്രം ക്ലോസ് ചെയ്തുള്ള ഒരു രീതിയായിരുന്നു. ഇന്ന് കാലം മാറി. ലോകത്ത് എവിടെ പോയാലും നമുക്ക് ജോലി സാധ്യതകൾ അതത് മേഖലകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എന്നോ അതുപോലെ തന്നെ സയൻസ് എന്നോ കൊമേഴ്സ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഈ എല്ലാ മേഖലകളിലും ജോലി സാധ്യതയുണ്ട്. ഹ്യൂമാനിറ്റീസിൽ ജോലി സാധ്യത ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഹ്യൂമാനിറ്റീസിൽ ധാരാളം ജോലി സാധ്യതകൾ എക്കണോമിക്സിലും ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിലും സോഷ്യോളജിയിലും ജിയോഗ്രഫിയിലും എല്ലാ മേഖലകളിലും ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ജോലി സാധ്യതകൾ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഫൈൻ ആർട്സ് മേഖലകളിൽ ജോലി സാധ്യതയുണ്ട്. പക്ഷേ ആ കോഴ്സ് പഠിച്ചിട്ട് ഏത് ജോലികളിലേക്കാണ് അല്ലെങ്കിൽ ഏത് കരിയറിലേക്കാണ് എത്തുന്നത് എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അതിന് പറ്റിയ ഒരു കഴിവുകള്, അതിനു പറ്റിയ അഭിരുചികള്, അതിനു പറ്റിയ മനോഭാവം എനിക്കുണ്ടോ എന്നാണ് ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടത്. മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് ഈ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടിയുടെയും കഴിവുകൾ എന്താണ്, ഓരോ കുട്ടിയുടെയും അഭിരുചികൾ എന്താണ്. ഇപ്പം ഇലക്ട്രോണിക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് പോയാൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇലക്ട്രിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കിന് ചേർന്നാൽ വിജയിക്കാൻ പറ്റുള്ളൂ. സിവിൽ എഞ്ചിനീയറിംഗിന് പോകുന്ന ആൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒരു ഇഷ്ടവും വേണം. അതുപോലെ തന്നെ അതില് ഡ്രോയിങ് സ്കില്ലും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കില്ലും ലോജിക്കൽ സ്കില്ലും ഇതൊക്കെ ആ ജോലി അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കഴിവുകളുണ്ട്, അഭിരുചികളുണ്ട്. ആ അഭിരുചികൾ ഏതാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കുക, അതനുസരിച്ച് കരിയറിലേക്ക് എത്തിപ്പെടുക. എപ്പോഴും നമുക്ക് 10ാം ക്ലാസ് നൽകുന്നത് വലിയ ഒരു നാൽക്കവലയാണ്.
അത് കഴിഞ്ഞ് നാൽക്കവലകൾ കുറഞ്ഞു ഒരുപാട് 12ാം ക്ലാസ്സിൽ ഇപ്പം 10ാം ക്ലാസ്സിൽ നമുക്ക് കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ സ്ട്രീം തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 75% 80% മുകളിലുള്ള കുട്ടികളാണെങ്കിൽ സയൻസ് സ്ട്രീം തെരഞ്ഞെടുക്കുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് 12ന് ശേഷം +2ന് ശേഷം നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ പറ്റും. വേണമെങ്കിൽ കൊമേഴ്സിലേക്ക് പോകാം, വേണമെങ്കിൽ നിങ്ങൾക്ക് സയൻസുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് തെരഞ്ഞെടുക്കാം. പക്ഷെ +1 ലെവലിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സയൻസിലേക്ക് വരാൻ പറ്റില്ല. കൊമേഴ്സ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് സയൻസിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ സയൻസിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. +1ന് സയൻസ് തെരഞ്ഞെടുത്താൽ, പക്ഷെ സയൻസ് തെരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കുമ്പോൾ അത് എനിക്കിഷ്ടമാണോ, നമ്മുടേതായ ഒരു ഇടമാണ് കണ്ടെത്തുന്നത്. 2 വർഷത്തേക്ക് നമ്മുടേതായ ഒരു ഇടം കണ്ടെത്തുക. ആ ഇടം കണ്ടെത്തുമ്പോൾ നമ്മള് ഇഷ്ടമാണോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് നമുക്ക് കൂടുതൽ രുചി തരും. അതുപോലെ തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. അപ്പം ഈ 2 വർഷം നമ്മൾ അതുമായിട്ട് സഹവസിച്ചു പോവുകയാണ്. നമ്മളുടെ ഇടം നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാർ ഇപ്പൊ പറഞ്ഞത്. അതായത് സയൻസ് എടുക്കേണ്ടതിന്റെ അല്ലെങ്കിൽ എടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് മേഖലയിലേക്കും മാറി ചിന്തിക്കാനുള്ള ഒരു സ്കോപ്പ്, ഒരു വാതിൽ തുറന്നിടുകയാണ് സയൻസ് +1 +2 നമ്മൾ എടുക്കുകയാണ് എന്നുള്ളത് ഉണ്ടെങ്കിൽ. അതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്. ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഉയർന്ന നിലവാരമുള്ള ജീവിതം, തിരികെ എത്തുമ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം ഇനി ഏത് സബ്ജക്റ്റിലേക്ക് തിരിയണം, അല്ലെങ്കിൽ +2ന് ശേഷം ഏത് കോഴ്സ് ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിനൊരു പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു കരിയർ ഗൈഡൻസ് ആണ് ഈ ചർച്ചയിലൂടെ ഞങ്ങൾ നൽകുന്നത്. ശ്രീ ജലീഷ് പീറ്റർ, കരിയർ ഗൈഡൻസ് വിദഗ്ധൻ, നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ജലീഷ് പീറ്റർ, നമ്മളെല്ലാവരും നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്ന ഒരു വിഭാഗമാണെന്ന് തോന്നുന്നു ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. പൊതുവെ വളരെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ മാത്രം ഓപ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായി അത് മാറുന്നുണ്ട്. പക്ഷെ ഒരുപാട് അവസരങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു വിഭാഗം സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു മികച്ച തീരുമാനമായിരിക്കുമോ? ഇപ്പോൾ ഡൊമസ്റ്റിക് നഴ്സിംഗ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ലബോറട്ടറി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഉൾപ്പെടെ, MLT കോഴ്സുകൾ ഉൾപ്പെടെ നമുക്ക് ഈ പറയുന്ന VHSCകളിൽ പഠിക്കാൻ പറ്റും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പേര് പോലെ തന്നെ തൊഴിലധിഷ്ഠിതമാണ്. ഈ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾക്ക് പെട്ടെന്ന് ആ തൊഴിലിനോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പരിശീലനം 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ അതില് ഇപ്പം MLT ആണെങ്കിൽ, അല്ലെങ്കിൽ നഴ്സിംഗ്, ഡൊമസ്റ്റിക് നഴ്സിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ ആ നഴ്സിംഗിന്റെ ലെവലിലേക്ക്, അല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൊമേഴ്സ്യൽ പ്രാക്ടീസ് ആണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമ കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളിലേക്കോ ഒക്കെ നമുക്ക് പെട്ടെന്ന് മാറാനും അതനുസരിച്ച് നമുക്കൊരു അടിത്തറ ഈ VHSC നമുക്ക് ലഭിക്കുന്നു. അതായത് നമ്മൾ പെട്ടെന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നമ്മുടെ ഇടം കണ്ടെത്തുക. ആ ഇടം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ നമുക്ക് ഒരു തൊഴിൽ കണ്ടെത്താനും പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിപ്പെടാനും നമുക്ക് ഈ കോഴ്സുകളിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് VHSC കോഴ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ പെട്ടെന്ന് ജോലി കിട്ടുക, അത് എല്ലാവരുടെ ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എല്ലാവരും. ഈ നേരത്തെ താങ്കൾ തന്നെ ഒരു പ്രേക്ഷകയെ തിരുത്തുന്ന കണ്ടു, ഏത് കോഴ്സിനാണ് സ്കോപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഏത് ജോലി പഠിച്ചാൽ, അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ +2 കഴിഞ്ഞ കുട്ടികളുടെ ഒരു വലിയ ആശങ്കയാണ് ഇനി എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ വിദേശ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അവിടേക്ക് ഉപരിപഠനത്തിന് പോകുന്നതും ഈ പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്, ലൈഫ് സെറ്റിൽ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡ്, അങ്ങനെ ചോദിച്ചാൽ തെറ്റാകുമോ എന്നറിയില്ല, പക്ഷേ പെട്ടെന്ന് ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഒന്ന്, ഞാൻ സ്കോപ്പുള്ള കോഴ്സ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകത്ത് ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന കോഴ്സുകളും ഇല്ല. നമ്മൾ ഒരിക്കലും ട്രെൻഡിന്റെ പുറകെ പോകരുത്.
ട്രെൻഡിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ ട്രെൻഡുകൾക്കനുസരിച്ച് ഡ്രസ്സ് എടുക്കുകയും അതുപോലെ തന്നെ കമ്മല് മാലയൊക്കെ എടുക്കുമ്പോൾ ആ ട്രെൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മാല ധരിച്ചു കഴിഞ്ഞാൽ ഒരു നാണക്കേടും അല്ലെങ്കിൽ അത് ആരും ശ്രദ്ധിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് ട്രെൻഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സ്കോപ്പ് അതുപോലെ തന്നെ ഇതെല്ലാം ഈ ട്രെൻഡുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഫാഷൻ അനുസരിച്ച് ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാറാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെൻഡുകൾക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കരുത്. ഉദാഹരണത്തിന് ചിലരൊക്കെ പണ്ട് ഈ ഇപ്പോഴും ഈ നമ്മള് പണ്ടൊരു 90കളുടെ അവസാനം ഉണ്ടായ ഒരു ട്രെൻഡായിരുന്നു ബയോടെക്നോളജി. ഒത്തിരി പേര് BSc ബയോടെക്നോളജിക്ക് പോയി. പക്ഷെ പെട്ടെന്നാണ് ട്രെൻഡ് മാറിയത്. ബയോടെക്നോളജി മാറി ബയോ ഇൻഫർമാറ്റിക്സ്. ബയോ ഇൻഫർമാറ്റിക്സ് കുറച്ചുപേര് പോയി. അന്നേരത്തേക്ക് അടുത്ത ട്രെൻഡ് അതിൽ വന്നു കഴിഞ്ഞു. അടുത്ത ഡെവലപ്മെന്റ്, ട്രെൻഡ് അല്ല, ആ ട്രെൻഡ് ഡെവലപ്മെന്റ് വന്നു. അതിനോട് വേറൊരു ട്രെൻഡ് ആയിട്ട് വന്നു നാനോ ടെക്നോളജി. ഇപ്പൊ നാനോ ടെക്നോളജിയും കഴിഞ്ഞ് റോബോട്ടിക്സിലേക്ക് എത്തി. പക്ഷെ ട്രെൻഡിനടുത്ത് അനുസരിച്ച് പോയവരൊക്കെ പെട്ടുപോയി, അല്ലെങ്കിൽ മറ്റു ജോലികൾ തേടേണ്ടതായി. അപ്പം ട്രെൻഡുകൾക്ക് പുറമേ അല്ല പോകേണ്ടത്. എനിക്കിഷ്ടമുള്ളത് ഏത് കോഴ്സാണ് ആ കോഴ്സിനനുസരിച്ച് +2 പഠനം നമ്മൾ റെഡിയാണ്. അപ്പൊ ആ +2 പഠനം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പഠനമായിരിക്കണം ബിരുദ തലത്തിൽ തിരഞ്ഞെടുക്കുക. അപ്പൊ ബിരുദ തലത്തിൽ നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം? കൺവെൻഷണൽ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കണം. ഒരിക്കലും നമ്മൾ ട്രെൻഡുകൾക്ക് പുറകെ പോയി പുതിയ പുതിയ ന്യൂജൻ കോഴ്സുകൾക്ക് തല വെച്ച് കൊടുക്കരുത്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്കിപ്പോ ഒരു പ്രേക്ഷക ചേരുകയാണ്. ഇപ്പോൾ തൻസിയാണ് അഞ്ചങ്ങാടിയിൽ നിന്ന് ചേരുന്നത്. തൻസി, സംശയം ചോദിച്ചോളൂ. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ. ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചതിന് ശേഷം. അപ്പൊ അവള് ഡിഗ്രി കഴിഞ്ഞ് BCom ആണ്. അപ്പൊ അവൾക്ക് ജോലിയുടെ എന്തെങ്കിലും പഠിപ്പ് കിട്ടാനാണ്. BCom പരീക്ഷ എഴുതി കഴിഞ്ഞതേ ഉള്ളൂ? പരീക്ഷ എഴുതി കഴിഞ്ഞ് BCom. അപ്പം BCom കഴിഞ്ഞു കഴിഞ്ഞാല് പല കോഴ്സുകൾക്ക് പോകാം. ഒന്നുകിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളിലൊക്കെ ജോലി കിട്ടാനാണെങ്കിൽ ഈ സഹകരണ കോളേജുകൾ കേരളത്തിലുണ്ട്. അപ്പൊ ഈ സഹകരണ കോളേജുകളിൽ ചേർന്ന് ഈ സഹകരണ മേഖലയിലെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചേരാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് BCom കഴിഞ്ഞിട്ട് ഉപരിപഠനമാണ് നമുക്ക് ലക്ഷ്യമാക്കുന്നതെങ്കിൽ BCom കഴിഞ്ഞിട്ട് നമുക്ക് 3 പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. ഒന്ന് CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CA കോഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനുള്ള കോഴ്സാണ് CA കോഴ്സ്. രണ്ടാമത്തേത് കോസ്റ്റ് അക്കൗണ്ടന്റ് ആകാനുള്ള CMA കോഴ്സ്. മൂന്നാമത്തേത് കമ്പനി സെക്രട്ടറി ആവാനുള്ള CS കോഴ്സ്. ഈ 3 പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഇത് പ്രൊഫഷണൽ ആയിട്ട് ഉള്ള 3 ജോലികളാണ് BCom കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്നത്. ഈ പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലാതെ പിന്നെ ഉള്ളത് മറ്റൊന്ന് നമുക്ക് MBAക്ക് പോവുക എന്നതാണ്. MBAയിൽ നിരവധി സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻസ് ഉണ്ട്. അങ്ങനെ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് സ്പെഷ്യലൈസേഷനോട് കൂടി MBA പാസ്സാവാം. പക്ഷെ നല്ല MBA ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി ക്യാറ്റ് പരീക്ഷ, മാറ്റ് പരീക്ഷയൊക്കെ പാസ്സായി നല്ല MBA ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേർന്നാൽ പെട്ടെന്ന് നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടാൻ എളുപ്പമായിരിക്കും. ശരി, വ്യക്തമായി നമുക്ക് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തൻസി, വളരെ നന്ദി വിളിച്ചതിന്. അവസാനമായ ഒരു ചോദ്യം കൂടി, നമുക്ക് സമയപരിമിതിയുണ്ട്. ഈ വിദേശ പഠനം എന്നുള്ളത് വളരെ മികച്ച ഒരു തീരുമാനമായി ഇപ്പോഴും മുന്നിൽ നിൽക്കുകയും അത്തരത്തിൽ കാണേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോൾ? വിദേശ പഠനം ഇപ്പൊ എല്ലാവരും അതിന് പുറകെ പോകുന്നുണ്ട്. സ്വദേശത്ത് ധാരാളം പഠന സാധ്യതകളുണ്ട്. ജോലിക്ക് വിദേശത്ത് തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും യുക്തം. പക്ഷെ നമ്മുടെ നാട്ടില് ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ യൂണിവേഴ്സിറ്റികളും ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ധാരാളം പുതിയ കോഴ്സുകളും അതുപോലെ തന്നെ ന്യൂജൻ കോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൺവെൻഷണൽ കോഴ്സുകളുണ്ട്. അപ്പൊ ധാരാളം കോഴ്സുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ കോഴ്സുകളിൽ ധാരാളം സാധ്യതകളുമുണ്ട്. ഈ കോഴ്സുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഉപരിപഠനത്തിനും അതുപോലെ തന്നെ ജോലി സാധ്യതകൾക്കും ഒക്കെ വിദേശത്ത് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ സ്വദേശത്ത് പഠിച്ചതിന് ശേഷം പോകുന്നതാണ് നല്ലത്. ഇനി വിദേശത്ത് പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം,
ആ നമ്മൾ ഏത് വിദേശ രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്ത് നല്ല കാലാവസ്ഥയാണെന്ന്, നമുക്ക് യോജിച്ച കാലാവസ്ഥയാണെന്നും അവിടുത്തെ ആഭ്യന്തര കലഹമൊന്നും ഇല്ലാതെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകളാണ് കോളേജ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജിനൊക്കെ അംഗീകാരം ഉണ്ടോ എന്നും അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണോ എന്ന്. കാരണം അവിടെ ഒത്തിരി വെർച്വൽ യൂണിവേഴ്സിറ്റികളുണ്ട്. വെർച്വൽ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഒരു മുറിയുടെ വലിപ്പം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് കബളിപ്പിക്കപ്പെടാതെ നോക്കണം. നല്ല യൂണിവേഴ്സിറ്റികള് സെർച്ച് ചെയ്ത് മാത്രമല്ല അവിടെയുള്ള ആൾക്കാരെയും അവിടെയുള്ളവരും ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നല്ല യൂണിവേഴ്സിറ്റി ആണെന്നും നല്ല സ്ഥാപനമാണെന്നും, ഞാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി നല്ല പേരുള്ള യൂണിവേഴ്സിറ്റിയുടെ പേരായിരിക്കും നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ആ പേരില് ഒരു അക്ഷരത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം കാണും. അപ്പൊ അതുകൊണ്ട് ശരി, തീർച്ചയായും ജലീഷ് പീറ്റർ, താങ്കൾ സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ കബളിപ്പിക്കപ്പെടാതെ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് വിദേശ പഠനം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ജലീഷ് പീറ്ററാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം ചേർന്നത്. വളരെ നന്ദി സർ, ഞങ്ങളോടൊപ്പം ചേർന്നതിനും സമയം ചെലവിട്ടതിനും. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം. എണ്ണം